ബി.ജെ.പിയുടെ വക്താവായി കുറച്ച് നാളുകളായി മാറിയിരിക്കുകയാണ് ശശി തരൂർ. പക്ഷെ അതിൽ തന്നെ അദ്ദേഹം ഒരു കാര്യം വ്യക്തത വരുത്താൻ ശ്രമിച്ചിട്ടുണ്ട്. ഇപ്പോൾ ഏറ്റവും അവസാനത്തെ ഈ വിവരങ്ങൾ അറിയാമല്ലോ. ഉപരാഷ്ട്രപതിയായി ശശി തരൂർ വരുമെന്ന് പലരും പറയുമ്പോഴും അദ്ദേഹം അവസാനം പറയുകയാണ് അത് ബി.ജെ.പിയിൽ നിന്നും വരുമെന്നാണ് അദ്ദേഹം വ്യക്തമായി പറയുകയാണ്. അപ്പോൾ ബി.ജെ.പി വക്താക്കൾ പോലും ഇതിൽ കൃത്യത വരുത്തിയിട്ടില്ല. പക്ഷേ പുതിയ ബി.ജെ.പിയുടെ വക്താവ് വ്യക്തത വരുത്തിയിട്ടുണ്ടല്ലേ? ശശി തരൂർ ബി.ജെ.പിയുടെ വക്താവാണോ എന്ന് നമുക്ക് ഔദ്യോഗികമായിട്ട് പറയാൻ കഴിയില്ലല്ലോ. അല്ല, പക്ഷെ ബി.ജെ.പിയുടെ കാര്യങ്ങൾ കൃത്യമായി അതെ, പറയുന്നത് ബി.ജെ.പിയുടെ കാര്യങ്ങൾ മാത്രമല്ല, ഇന്ത്യൻ രാഷ്ട്രീയം നന്നായി വിശകലനം ചെയ്യുന്നതിലും അതിൽ തൻ്റെ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തുന്നതിലും തരൂർ വളരെ മികവ് പുലർത്തുന്നുണ്ട്. വാസ്തവത്തിൽ ഞാൻ പലപ്പോഴും ആലോചിക്കും, ഈ രാഹുൽ ഗാന്ധിക്ക് പകരം ശശി തരൂരായിരുന്നു പ്രതിപക്ഷ നേതാവെങ്കിൽ പാർലമെൻറ്റ് എങ്ങനെയായിരിക്കും നടക്കുക? ഈ ശബ്ദകോലാഹലങ്ങൾക്കപ്പുറത്തേക്ക് കാര്യമാത്ര പ്രസക്തമായ ചർച്ചകളും അഭിപ്രായങ്ങളും അഭിപ്രായ സമന്വയങ്ങളും ഒക്കെ ഇന്ത്യൻ പാർലമെൻറ്റിൽ സംഭവിച്ചേനെ. വളരെ മികച്ച അഭിപ്രായങ്ങൾ വരികയും നമ്മുടെ രാജ്യത്തിൻ്റെ പുരോഗതി ലക്ഷ്യമാക്കി ഈ എപ്പോഴും ഭരണപക്ഷത്തിൻ്റെ നടപടികളെ അതിസൂക്ഷ്മമായി വിശകലനം ചെയ്ത് ഒരു തിരുത്തൽ ശക്തിയായിട്ട് നിലനിൽക്കേണ്ടവരാണ് പ്രതിപക്ഷം. ജനാധിപത്യത്തിൽ പ്രതിപക്ഷത്തിൻ്റെ ധർമ്മം അതാണ്. കഷ്ടകാലത്തിന് ആ ധർമ്മം, ആ കടമ അത് രാഹുൽ ഗാന്ധിക്ക് അറിയില്ല. കോൺഗ്രസ് അത് മറന്നുപോയിരിക്കുന്നു. കോൺഗ്രസ് മുമ്പും പ്രതിപക്ഷത്തിരുന്നതാണ്. പക്ഷേ ആ കോൺഗ്രസ്സിന് അത് അറിയില്ല, അത് മറന്നുപോയിരിക്കുന്നു. രാഹുൽ ഗാന്ധിക്ക് അത് അറിയില്ല, അത് തീർച്ചയാണ്. അതിനെക്കുറിച്ച് നല്ല ബോധ്യമുള്ള ഒരാളാണ് തരൂർ. അതുകൊണ്ടാണ് തരൂർ ഏത് വിഷയത്തിൽ അഭിപ്രായം പറയേണ്ട വിഷയങ്ങളിലെല്ലാം തരൂർ വളരെ കൃത്യമായിട്ട് അഭിപ്രായം പറയുന്നത്. അത് ഓപ്പറേഷൻ സിന്ദൂരാണെങ്കിലും ശരി, മറ്റേതെങ്കിലും രാജ്യത്തെ സംബന്ധിക്കുന്ന മറ്റേതെങ്കിലും ഒരു വിഷയത്തിലാണെങ്കിലും ശരി, തരൂർ വളരെ കൃത്യമായിട്ട് അഭിപ്രായം രേഖപ്പെടുത്തും. ഭരണപക്ഷത്തെ എതിർക്കേണ്ടതാണെങ്കിൽ തരൂർ എതിർക്കുന്നുണ്ട്, അനുകൂലിക്കേണ്ടതാണെങ്കിൽ അനുകൂലിക്കും. പ്രത്യേകിച്ചും വിദേശ നയത്തിൻ്റെ കാര്യത്തിൽ, വിദേശ രാജ്യങ്ങളുമായി ബന്ധപ്പെട്ട് ധാരണകൾ ഉണ്ടാക്കുന്നതിൽ, കരാറുണ്ടാക്കുന്നതിൽ, വ്യാപാരം ഉൾപ്പെടെയുള്ള വിഷയങ്ങളിലൊക്കെ നമ്മുടെ രാജ്യത്തിൻ്റെ സ്റ്റാൻഡ്, നിലപാട് എന്തായിരിക്കണം, അത് നമ്മുടെ രാജ്യത്തെ ഭാവിയിൽ ഒരു 50 കൊല്ലം കഴിഞ്ഞും നമുക്കത് എങ്ങനെയായിരിക്കും ഗുണം ചെയ്യേണ്ടത് എന്നൊക്കെയുള്ള കാര്യങ്ങളിൽ വളരെ കൂലങ്കഷമായി ചിന്തിച്ച് അഭിപ്രായം പറയാൻ ശേഷിയുള്ള ഒരു നേതാവ് ഇന്ന് ഭരണപക്ഷത്തെന്നും പ്രതിപക്ഷത്തെന്നും നമ്മൾ പരിശോധിച്ചാൽ അതിൽ തരൂരിൻ്റെ പേര് ഒഴിവാക്കാൻ സാധിക്കില്ല. ആ തരൂരാണിപ്പോൾ പറഞ്ഞിരിക്കുന്നത് ഉപരാഷ്ട്രപതിയായിട്ട് ഒരു ബി.ജെ.പിക്കാരൻ തന്നെ വരും എന്നുള്ളത്. വളരെ ശരിയാണ്. നോക്കൂ, നമ്മുടെ ലോക്സഭ നിയന്ത്രിക്കുന്നത് സ്പീക്കറാണ്. അവിടെ ജനങ്ങൾ തിരഞ്ഞെടുത്ത് വിടുന്ന ഒരു എം പി, 543 എം.പിമാരിൽ നിന്ന് ഒരാളെയാണ് അവിടെ തിരഞ്ഞെടുക്കുന്നത്, അല്ലേ? അല്ലാതെ പുറത്തുനിന്നൊരാളെ അവിടെ കൊണ്ടുവന്നിരുത്താൻ പറ്റില്ലല്ലോ. അപ്പോൾ അവിടെ വളരെ കൃത്യമായിട്ട് മെജോറിറ്റി ഉള്ള ആരാണോ പ്രധാനമന്ത്രി ആയിട്ട് വരുന്നത്, ഏത് പാർട്ടിയിൽ നിന്നാണോ ആ പാർട്ടിക്ക് തന്നെ സ്പീക്കറുടെ കാര്യത്തിലും ഒരു മേൽക്കൈ ഉണ്ടാവും, അല്ലേ? പക്ഷെ എപ്പോഴും ഭരണപക്ഷം പ്രതിപക്ഷവുമായിട്ട് ചേർന്ന് ആദ്യത്തെ തെരഞ്ഞെടുപ്പ് നടക്കുന്നത് വാസ്തവത്തിൽ ലോക്സഭയ്ക്കുള്ളിൽ ആദ്യം നിശ്ചയിക്കുന്നത് സ്പീക്കർ പദവിയാണ്. ആ ഒരു പ്രോടൈം സ്പീക്കറെ നിശ്ചയിച്ച് പ്രോടൈം സ്പീക്കറുടെ നേതൃത്വത്തിൽ അംഗങ്ങൾ സത്യപ്രതിജ്ഞ ചെയ്താൽ പിന്നെ നടക്കുന്ന പ്രക്രിയ എന്ന് പറയുന്നത് സ്പീക്കർ തെരഞ്ഞെടുപ്പാണ്. അത് പാർലമെൻറ്റിൽ, ലോക്സഭയിലും അങ്ങനെയാണ്, നമ്മുടെ നിയമസഭകളിലും അങ്ങനെയാണ്. അതിലൊന്നും ഭരണഘടനാ നിർമ്മാതാക്കൾക്ക് ഒരു സംശയം ഉണ്ടായില്ല ഇതെങ്ങനെ വേണം ചിട്ടപ്പെടുത്തേണ്ടത് എന്നുള്ളത്. അത് അവർ വളരെ കൃത്യമായിട്ട് ചിട്ടപ്പെടുത്തി. അങ്ങനെ അവിടെ ഈ സ്പീക്കറിൻ്റെ കാര്യത്തിൽ ഭരണപക്ഷത്തിന് എപ്പോഴും ഒരു മേൽക്കൈ ഉണ്ടാകും. കാരണം സഭ നിയന്ത്രിക്കേണ്ടതും ബില്ലുകൾ കൊണ്ടുവരേണ്ടതും അത് പാസ്സാക്കി എടുക്കേണ്ടതും ഒക്കെ ഭരണപക്ഷത്തിൻ്റെ ചുമതലയാണ്. ആ ബില്ലുകളിൽ കടന്നുകൂടിയിരിക്കുന്ന അപജയങ്ങളെ അല്ലെങ്കിൽ അവിടെ വന്നിരിക്കുന്ന വിട്ടുപോകലുകളെ, സ്ഖലിതങ്ങളെ കണ്ടെത്തി അത് പൂരിപ്പിക്കുകയും അനാവശ്യമുണ്ടെങ്കിൽ അത് നമ്മുടെ രാജ്യത്തിന് യോജിക്കാത്തതാണെങ്കിൽ അതിനെ കണ്ടെത്തി തിരുത്തുകയും ഒക്കെ ചെയ്യേണ്ടത് പ്രതിപക്ഷത്തിൻ്റെ കടമയാണ്. പ്രതിപക്ഷം അത് ഭംഗിയായി നിർവഹിച്ചാൽ നല്ല നിയമങ്ങൾ നമ്മുടെ രാജ്യത്തുണ്ടാവും, നല്ല എന്താ പറയണ്ടേ, പുതിയ പുതിയ നിയമനിർമ്മാണങ്ങൾ നടക്കും. രാജ്യസഭയിലേക്ക് വരുമ്പോൾ സ്ഥിതി കുറച്ച് വ്യത്യസ്തമാണ്. രാജ്യസഭയിൽ നമുക്കറിയാം, വിവിധ സംസ്ഥാനങ്ങളിൽ നിന്ന്
നോമിനേറ്റ് ചെയ്യപ്പെട്ട് അവിടുത്തെ MLA-മാർ തിരഞ്ഞെടുക്കുന്നവരാണ് രാജ്യസഭയിലേക്ക് വരുന്നത്. പിന്നെ പ്രധാനമന്ത്രിക്ക് നോമിനേറ്റ് ചെയ്യാൻ പറ്റുന്ന തസ്തികകളുണ്ട്. അപ്പോൾ സദാനന്ദ മാസ്റ്റർക്ക് അങ്ങനെയാണല്ലോ വന്നത് രാജ്യസഭയിലേക്ക്. ഈ ഒരു പ്രക്രിയയിൽ നമുക്ക് ഈ രാജ്യസഭയിൽ ഭരണപക്ഷത്തിന് ഭൂരിപക്ഷം ഉണ്ടാകണമെന്ന് നിർബന്ധമില്ല. ഒരുപക്ഷെ പ്രതിപക്ഷത്തിനായിരിക്കും ഭൂരിപക്ഷം. കൂടുതൽ MP-മാരുള്ളത്, രാജ്യസഭ MP-മാരുള്ളത് പ്രതിപക്ഷത്തിനാകാം. നമ്മളത് കണ്ടിട്ടുണ്ട്. 2004 മുതൽ 2014 വരെ ഡോക്ടർ മൻമോഹൻ സിംഗ് ഭരിക്കുന്ന കാലത്ത് ഏറ്റവും കൂടുതൽ MP-മാരുണ്ടായിരുന്നത് BJP-ക്കാണ്. ലോക്സഭയിൽ പ്രതിപക്ഷമായിരിക്കുന്ന കക്ഷിക്കാണ് രാജ്യസഭയിൽ ഏറ്റവും കൂടുതൽ MP-മാരുണ്ടായിരുന്നത്. അവിടെ ഭരണകക്ഷിയായ കോൺഗ്രസിൻ്റെ MP-മാരുടെ എണ്ണം BJP-ക്ക് താഴെയായിരുന്നു. ഇപ്പോഴും BJP-ക്കാണ് എണ്ണം കൂടുതലുള്ളത്. 100-ലധികം MP-മാർ രാജ്യസഭ MP-മാരുണ്ട്. പക്ഷേ ഭൂരിപക്ഷമില്ല. 121 MP-മാരുണ്ടെങ്കിലേ രാജ്യസഭയിൽ ഭൂരിപക്ഷം ഉണ്ടാവുകയുള്ളൂ. അവിടെ ഭൂരിപക്ഷം ഇല്ല BJP-ക്ക്. സത്യത്തിൽ അതാണ് ജനാധിപത്യത്തിൻ്റെ സൗന്ദര്യം. കാരണം അവിടെ BJP-ക്ക് രാജ്യസഭയിൽ ഒരു ബില്ല് പാസ്സാക്കിയെടുക്കണമെങ്കിൽ പ്രതിപക്ഷത്തെ ഏതെങ്കിലും കക്ഷികളുടെ സഹായം വേണം. അപ്പോൾ അവരുടെ സംഭാവന കൂടി ആ ബില്ലിൽ ഉണ്ടാകും. അവർ മുന്നോട്ട് വെക്കുന്ന കണ്ടീഷനുകൾ, മാനദണ്ഡങ്ങൾ കൂടി ആ ബില്ലിൽ ഉണ്ടാകും. ഏകപക്ഷീയമായിട്ട് ഭരണപക്ഷത്തിൻ്റെ മാത്രം തീരുമാനത്തിന് വിടാൻ പറ്റില്ല, അല്ലെങ്കിൽ അത് വിജയിക്കില്ല. ഇതെല്ലാം മനസ്സിലാക്കി അവിടെ സഭ നിയന്ത്രിക്കേണ്ടത് രാജ്യസഭാ അധ്യക്ഷൻ എന്ന് പറയുന്നത് ഉപരാഷ്ട്രപതിയാണ്. അല്ല, പലരും പറയുന്നു, ഇപ്പോൾ ജഗദീപ് ധൻഖർ അറിയാം, അദ്ദേഹം പല പാർട്ടിയിൽ നിന്നാണ് BJP-യിലേക്ക് വന്നത്. അതുകൊണ്ട് തന്നെ അങ്ങനെ കൈപൊള്ളി ഇരിക്കുകയാണ്. അതുകൊണ്ട് കൃത്യമായി തന്നെ BJP പ്രവർത്തകനായ ഒരു ആളെ അവിടെ നിയോഗിക്കുമെന്നാണല്ലോ പറയുന്നത്. BJP-യുടെ താഴെത്തട്ടിൽ നിന്ന് വളർന്നു വന്ന ഒരാളിനെ അവിടെ നിയോഗിക്കുമെന്ന് തരൂർ പറയുന്നത് അതിനകത്തൊരു രാഷ്ട്രീയം കണ്ടിട്ടാണ്. ശരിയാണ്, BJP-ക്ക് പലപ്പോഴും ഈ പറഞ്ഞതുപോലെ പല ഗവർണർമാരെ നിയോഗിക്കുന്നതിലും ഉപരാഷ്ട്രപതിയായിട്ട് ആൾക്കാരെ കൊണ്ടുവരുന്നതിലുമൊക്കെ ചില സമയത്ത് ഇത്തരം ചില വെല്ലുവിളികൾ BJP-ക്ക് നേരിടേണ്ടി വന്നിട്ടുണ്ട്. അതൊരു സത്യമാണ്. അതുകൊണ്ട് കൂടിയാണ് തരൂർ ഇങ്ങനെ ഒരു അഭിപ്രായം പറഞ്ഞത്. പക്ഷേ അങ്ങനെ തന്നെ സംഭവിക്കുമെന്ന് നമുക്ക് ഉറപ്പ് പറയാൻ പറ്റില്ല. BJP ഒരു പക്ഷേ അങ്ങനെ അല്ലാത്ത ഈ പറഞ്ഞതുപോലെ BJP മുമ്പും പല പരീക്ഷണങ്ങളും നടത്തിയിട്ടുണ്ട്. ഇപ്പോൾ നമുക്കറിയാം, റെയിൽവേ മന്ത്രി അശ്വിനി വൈഷ്ണവ്, അതിന് മുമ്പിരുന്ന സുരേഷ് പ്രഭു, ഇവരൊക്കെ BJP-യുടെ ഏറ്റവും താഴെ തട്ട് തൊട്ട് പ്രവർത്തിച്ച് വളർന്നു വന്നവരല്ല. ഇവരിൽ പലരും മികച്ച IAS ഉദ്യോഗസ്ഥരോ അല്ലെങ്കിൽ ആ തരത്തിൽ പ്രവർത്തിക്കുകയോ ഒക്കെ ചെയ്തു വന്നവരാണ്. അവരുടെ കഴിവുകളെ കണ്ടെത്തി മുന്നോട്ട് കൊണ്ടുവരുന്നതിൽ BJP ഒരു അലംഭാവവും കാണിച്ചിട്ടില്ല, ഒരു പിശുക്കും കാണിച്ചിട്ടില്ല. ഇപ്പോൾ നമുക്കറിയാം, വിദേശകാര്യ മന്ത്രിയായിട്ടിരിക്കുന്നത് S ജയശങ്കർ. അദ്ദേഹം നേരത്തെ പല വിദേശ രാജ്യങ്ങളിലും നമ്മുടെ ഇന്ത്യയുടെ അംബാസഡറായിട്ടും മറ്റുമൊക്കെ പ്രവർത്തിച്ച ഒരു IFS ഉദ്യോഗസ്ഥനാണ്. ഇന്ത്യൻ ഫോറിൻ സർവീസിൽ ഉന്നത മാർക്ക് നേടി അല്ലെങ്കിൽ എന്താ പറയുക, ഉന്നത വിജയം കൈവരിച്ച് പ്രവർത്തിച്ച് വന്ന ഒരാളാണ് S ജയശങ്കർ. അദ്ദേഹത്തിൻ്റെ അച്ഛൻ സുബ്രഹ്മണ്യം അതുപോലെ ഒരു ഉന്നത ഉദ്യോഗസ്ഥനായിരുന്നു, സിവിൽ സർവീസ് നേടിയ ഒരു ഉന്നത ഉദ്യോഗസ്ഥനായിരുന്നു. പക്ഷേ ജയശങ്കറിൻ്റെ കഴിവ് തിരിച്ചറിഞ്ഞ BJP, നമ്മുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അദ്ദേഹത്തെ രാജ്യസഭയിലേക്ക് കൊണ്ടുവന്ന് വിദേശകാര്യ മന്ത്രിയാക്കി. സുഷമാ സ്വരാജിൻ്റെ പിൻഗാമിയായിട്ട് വന്നത് അദ്ദേഹമാണ്. സുഷമാ സ്വരാജ് ഇരിക്കുന്ന കാലത്തും ഇദ്ദേഹം വിദേശകാര്യ വകുപ്പിലായിരുന്നു. ആ മന്ത്രാലയത്തിൽ ഇരുന്നു കൊണ്ട് അദ്ദേഹം മികച്ച പ്രവർത്തനം നടത്തിയ ആളാണ്, കാഴ്ചവെച്ച ആളാണ്. അപ്പോൾ അതുകൊണ്ട് BJP ഒരു അടിസ്ഥാനപരമായിട്ടൊരു BJP-ക്കാരനെ തന്നെ കൊണ്ടുവരും എന്ന് നമുക്ക് പരിപൂർണമായിട്ട് ഉറപ്പിച്ച് പറയാൻ സാധിക്കില്ല. പക്ഷെ തരൂർ ഈ പറഞ്ഞതിനുള്ള സാങ്കത്യം ഉണ്ട്. കാരണം ഇങ്ങനെ പലരെയും കൊണ്ടുവന്ന് BJP-ക്ക് പലപ്പോഴും കൈ പൊള്ളിയിട്ടുണ്ട്. നമ്മളത് ജമ്മു കാശ്മീരിലെ ലഫ്റ്റനന്റ് ഗവർണറിൻ്റെ കാര്യത്തിലൊക്കെ നമ്മൾ കണ്ടതാണ്. ഞാനിപ്പോൾ അതിലേക്ക് കൂടുതൽ വിശദമായിട്ട് പോകുന്നില്ല. അത്തരത്തിലുള്ള ചിലപ്പോഴെങ്കിലും ചില വീഴ്ചകൾ അല്ലെങ്കിൽ തിരിച്ചടികൾ ചില ആൾക്കാരെ തിരഞ്ഞെടുക്കുന്നതിൽ, നിശ്ചയിക്കുന്നതിൽ, നിയോഗിക്കുന്നതിൽ ഒക്കെ BJP-ക്ക് ചില വീഴ്ചകൾ സംഭവിക്കുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്. ഇതൊക്കെ ജനാധിപത്യത്തിൽ സ്വാഭാവികമാണ്. ഇത് മനുഷ്യൻ്റെ മനസ്സിൽ എന്താണ് എന്നറിയാൻ മാങ്ങയും ചക്കയൊന്നും അല്ലല്ലോ ചൂഴ്ന്നു നോക്കി കണ്ടുപിടിക്കാൻ. വലിയ ബുദ്ധിമുട്ടാണ്.
അപ്പോൾ ഇതുവരെയുള്ള പ്രവർത്തനങ്ങൾ വെച്ച് വിലയിരുത്തി ഒരു മികച്ച ആളിനെ, മികച്ച പ്രകടനം കാഴ്ചവെക്കുന്ന ഒരു നല്ല ട്രാക്ക് റെക്കോർഡുള്ള ഒരാളെ കൊണ്ടുവരാൻ മാത്രമേ സാധിക്കുകയുള്ളൂ. കൊണ്ടുവന്നു കഴിഞ്ഞാൽ ഈ ആൾ എങ്ങനെയൊക്കെ പെരുമാറുമെന്ന് നമുക്ക് ഉറപ്പിച്ച് പറയാൻ സാധിക്കില്ല. അതുകൊണ്ട് തന്നെ സാധ്യതകളെ മുൻനിർത്തി തരൂർ ഒരു അഭിപ്രായം പറഞ്ഞു. അത് BJP ഇതുവരെയുള്ള അനുഭവങ്ങളിൽ നിന്ന് പാഠം പഠിച്ച് ഈ ഒരു ഉപരാഷ്ട്രപതി സ്ഥാനത്തേക്ക് ഒരു BJP-ക്കാരനെ തന്നെ കൊണ്ടുവരും. നേരത്തെ BJP അങ്ങനെ ചെയ്തിട്ടുണ്ടല്ലോ. വെങ്കയ്യ നായിഡുവിനെ കൊണ്ടുവന്നത് അങ്ങനെയാണല്ലോ. അതുപോലെ ഒരാളിനെ, ഇനി ഒരു റിസ്ക് എടുക്കാതെ BJP അതുപോലെ ഒരാളിനെ കൊണ്ടുവരാനാണ് സാധ്യത. അങ്ങനെ ഒരാളിനെ ആ സ്ഥാനത്തേക്ക് കൊണ്ടുവരും എന്ന് തരൂരിൻ്റെ നിഗമനം ആ തരത്തിലുള്ളതാണ്. അത് നമുക്ക് ഇപ്പോൾ സെപ്റ്റംബറിലാണല്ലോ തെരഞ്ഞെടുപ്പ്. സെപ്റ്റംബർ ആദ്യം ഉപരാഷ്ട്രപതി സ്ഥാനത്തേക്ക് തെരഞ്ഞെടുപ്പ് നടക്കുകയാണല്ലോ. വൈകാതെ തന്നെ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കും. അപ്പോൾ പ്രഖ്യാപിക്കുമ്പോൾ അറിയാം. തരൂരിൻ്റെ പേരും പരിഗണനയിലുണ്ട് എന്ന് പൊതുവെ രാഷ്ട്രീയ വൃത്തങ്ങൾ സൂചന നൽകുന്നുണ്ട്. നമുക്ക് തള്ളിക്കളയാൻ സാധിക്കില്ല. തരൂർ അത്ര മോശക്കാരനൊന്നും അല്ലല്ലോ. തരൂരിൻ്റെ മിടുക്ക് നമ്മൾ കണ്ടതാണല്ലോ. തീർച്ചയായിട്ടും തരൂരിനും ആ സ്ഥാനത്തേക്ക് വരാനുള്ള ഒരു അവസരം BJP നൽകിയേക്കാം. അത് നമുക്കങ്ങനെ സംഭവിക്കില്ല എന്ന് പറയാൻ സാധിക്കില്ല. അങ്ങനെ വരുമ്പോൾ ഈ പറഞ്ഞതുപോലെ ഒരു സമവായത്തിൻ്റെ അടിസ്ഥാനത്തിൽ എല്ലാവർക്കും സ്വീകാര്യമായ ഒരു 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 തലം ഉണ്ടാക്കിക്കൊണ്ട് അങ്ങനെ കൊണ്ടുവരാനായിരിക്കും BJP ശ്രമിക്കുന്നത്. തരൂരും അതിന് തന്നെ ആയിരിക്കും താല്പര്യപ്പെടുക അങ്ങനെ വരികയാണെങ്കിൽ. പക്ഷേ തരൂർ പറഞ്ഞതുപോലെ ഏറ്റവും താഴെത്തട്ടിൽ നിന്ന് BJP-ക്കാരനായിട്ട് പ്രവർത്തിച്ചു വന്ന വെങ്കയ്യ നായിഡുവിനെ പോലെയുള്ള ഏതെങ്കിലും ഒരു നേതാവായിരിക്കാം ഉപരാഷ്ട്രപതി സ്ഥാനത്തേക്ക് BJP നിർദ്ദേശിക്കുന്ന അങ്ങനെ ഒരാളെ ആയിരിക്കാം എന്ന് തരൂർ പറയുന്നതിന് യുക്തിയുണ്ട്. അത് തള്ളിക്കളയാൻ കഴിയില്ല. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.